നമസ്കാരം. ഇറാന്റെ മിസൈൽ ആക്രമണത്തെ പേരെടുത്ത് പറഞ്ഞ് അപലപിക്കാതിരുന്ന UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന് ഇസ്രയേലിൽ പ്രവേശിക്കുന്നതിന് വിലക്ക്. ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ അപലപിക്കുന്നതായും അതുടൻ അവസാനിപ്പിക്കണമെന്നും ഗുട്ടറസ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആക്രമണം നടത്തിയ ഇറാനെ അദ്ദേഹം പരാമർശിച്ചില്ല. ഇതാണ് ഇസ്രായേലിനെ ചൊടിപ്പിച്ചത്. ഗുട്ടറസിനെ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന ഇസ്രായേൽ വിരുദ്ധ സെക്രട്ടറി ജനറൽ എന്നാണ് കാറ്റ്സ് വിശേഷിപ്പിച്ചത്. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലിനെ ഇസ്രായേൽ പേഴ്സണ നോൺ ഗ്രാറ്റ, അതായത് അസ്വീകാര്യനായ വിദേശ പ്രതിനിധിയായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇറാന്റെ ക്രൂരമായ ആക്രമണത്തെ അപലപിക്കാൻ കഴിയാത്ത ആർക്കും ഇസ്രായേൽ മണ്ണിൽ കാലുകുത്താൻ അർഹതയില്ല എന്നും കാറ്റ്സ് വ്യക്തമാക്കി. യുദ്ധം ആരംഭിച്ചതു മുതൽ ഗുട്ടറസിൻ്റേത് ഇസ്രായേൽ വിരുദ്ധ നയമാണെന്നും കാറ്റ്സ് കുറ്റപ്പെടുത്തി. അതേസമയം ലെബനനിൽ കരയാക്രമണം ആരംഭിച്ചതിന് പിന്നാലെ ഹിസ്ബുള്ളയുടെ ഒളിയാക്രമണത്തിൽ ഒരു ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ള ഭീകരരുമായുള്ള ഏറ്റുമുട്ടലാണ് സ്പെഷ്യൽ ഫോഴ്സസ് സൈനികൻ കൊല്ലപ്പെട്ടത്. അദൈസ് ഗ്രാമത്തിന് സമീപമുള്ള തുരങ്ക കവാടത്തിലേക്ക് കയറിയതോടെയാണ് IDF നേരെ അപ്രതീക്ഷിത ഒളിയാക്രമണം ഉണ്ടായത്. ഔദ്യോഗിക അറിയിപ്പ് പ്രകാരം ഒരു ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെട്ടുവെന്നാണ് വിവരമെങ്കിലും 4 പേർക്കെങ്കിലും ജീവഹാനി സംഭവിച്ചുവെന്നാണ് ദി ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇഗോസ് കമാൻഡോ യൂണിറ്റിലെ ക്യാപ്റ്റൻ എയ്താൻ ഇത്ഷാഖ് ഓസ്റ്ററാണ് കൊല്ലപ്പെട്ടതെന്ന് IDF അറിയിച്ചു. ഇരുട്ടിന്റെ മറവിൽ ഇസ്രായേലി സൈനികർ അതിർത്തി കടക്കുന്നതിന്റെയും പിന്നീട് ഗ്രാമത്തിലേക്ക് മുന്നേറുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സൈന്യം പുറത്തുവിട്ടു. ഹിസ്ബുള്ളയ്ക്ക് ഗറില്ല യുദ്ധമുറകൾ പയറ്റാൻ അനുകൂല സാഹചര്യമാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ തങ്ങളുടെ അംഗങ്ങൾ അദൈസെ, മാറൂൺ അൽ റാസ് ഗ്രാമങ്ങളിലെ ഇസ്രായേലി യൂണിറ്റുകൾക്ക് കനത്ത നാശനഷ്ടം വരുത്തിയതായി ഹിസ്ബുള്ള മാധ്യമ ഓഫീസർ മുഹമ്മദ് അഫീഫ് അവകാശപ്പെട്ടിരുന്നു. അതിർത്തിയിലെ ഇസ്രായേലി സൈനികർക്ക് നേരെ 100 റോക്കറ്റുകൾ തൊടുത്തുവിട്ടു. ഹസൻ നസ്രല്ലയുടെ മരണത്തിന് ശേഷം തങ്ങൾ ദുർബലരായെന്ന വാദവും മുഹമ്മദ് അഫീഫ് തള്ളിക്കളഞ്ഞു. അതേസമയം ഇന്നലെ 200ഓളം മിസൈലുകൾ പായിച്ച് ആക്രമണം നടത്തി ഇറാന് മറുപടി നൽകാൻ ഒരുങ്ങിയാണ് ഇസ്രായേലെന്നും റിപ്പോർട്ടുകളുണ്ട്. ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ IDF ഇന്നും വ്യോമാക്രമണം നടത്തി. ആയിരക്കണക്കിന് ലെബനീസ് പൗരർ വടക്കൻ മേഖലയിൽ നിന്നും പലായനം ചെയ്യുകയാണ്. തെക്കൻ ലെബനനിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സേന ആവശ്യപ്പെട്ടതോടെ സ്വദേശികളും രാജ്യം വിടുകയാണ്. ഇന്നലത്തെ ആക്രമണത്തിൽ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പകരം അത്യാധുനിക ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഇസ്രായേലിന് നേരെ ഇറാൻ പ്രയോഗിച്ചത്. ഇറാൻ വലിയ അബദ്ധമാണ് കാട്ടിയതെന്നും അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഏകദേശം 180ഓളം മിസൈലുകളാണ് ഇസ്രായേൽ മണ്ണിലേക്ക് കുതിച്ചെത്തിയത്. ആക്രമണം നടന്ന ഉടനെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിലെ മലയാളികളും മാറി. നിരവധി നാശനഷ്ടങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത്. ഇരു രാജ്യങ്ങൾക്ക് നടുവിലുള്ള ജോർദാനിലും മിസൈൽ ആക്രമണം നടന്നതായി മലയാളികൾ പറയുന്നു. മിസൈൽ വർഷിക്കുന്നതിന്റെ നിരവധി ഭീകര ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിരുന്നു. ഇതിനിടെ ഇറാൻ വർഷിച്ച മിസൈലുകളിൽ ഒന്ന് പതിച്ചത് മൊസാദ് ആസ്ഥാനത്തിന് സമീപം എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. പിന്നാലെ വലിയ ഗർത്തം രൂപപ്പെട്ടു. മൊസാദ് ആസ്ഥാനത്തിനടുത്തുള്ള ഒരു ബഹുനില കെട്ടിടത്തിൽ നിന്നും ചിത്രീകരിച്ച വീഡിയോയാണ് പുറത്തു വന്നത്. ഒരു പാർക്കിംഗ് സ്ഥലമെന്ന് തോന്നിക്കുന്ന ഒരു സ്ഥലത്താണ് 50 അടി വീതിയിൽ ഗർത്തമുണ്ടായത്. ആക്രമണത്തിന് പിന്നാലെ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ കൊണ്ട് നിറയുകയും അടുത്തായി പാർക്ക് ചെയ്തിരുന്ന നിരവധി വാഹനങ്ങൾ മണ്ണിൽ മൂടി പോവുകയും ചെയ്തു. വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങിയതോടെ 1 കോടിയോളം പേർ ബോംബ് ഷെൽട്ടറുകളിൽ അഭയം തേടുകയും ചെയ്തു. അതുപോലെ തന്നെ ദുബായിലേക്കുള്ള വിമാനത്തിനുള്ളിൽ നിന്നും ഒരു യാത്രക്കാരി പകർത്തിയ ദൃശ്യങ്ങളിൽ ഇറാൻ ഇസ്രായേലിന് നേരെ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ ഭീകര ദൃശ്യങ്ങളും പതിഞ്ഞിട്ടുണ്ട്.